വെൽക്കം ടു ചാപ്റ്റർ 3 ട്രാൻസിയൻറ്റ് കറൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ പറയാം. അതായത് മുന്നേ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഒന്നാമതായിട്ട് പറയാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ്? whenever there is a change in magnetic flux linked with any circuit, an EMF will be induced in it. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലോസ് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഫാരഡേ ആണ് അല്ലേ? സോ ഫാരഡേസ് ലോ. ഫാരഡേസിന് തന്നെ രണ്ട് ലോസുകളുണ്ട്. ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഗീവ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതായത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈക്വൽ ടു d∅/dt. ഇനി സെക്കൻഡ് ലോ എന്താ? ആക്ച്വലി സെക്കൻഡ് ലോ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ലെൻസസ് ലോ. ഫാരഡേസിന്റെ സെക്കൻഡ് ലോ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലെൻസസ് ലോ. ലെൻസസ് ലോ എന്താ പറയുന്നത്? The direction of induced EMF will be in a such a way that it will oppose the change produced in the circuit. അതായത് സർക്യൂട്ടിൽ എന്താണോ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത് ആ ചേഞ്ചിനെ ഓപ്പോസ് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും എന്തുണ്ടാവുക? ഈ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഇ എം എഫ് ഉണ്ടാവുക. അതായത് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് നമ്മുടെ ലെൻസസ് ലോ തരുന്നതെന്ന് അർത്ഥം. ഓക്കെ, ഇനി മറ്റൊരു രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്: സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏത് കോയിലാണോ മാഗ്നറ്റിക് ഫ്ലക്സിലെ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത് അതേ കോയിലിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, സോ whenever there is a magnetic flux linked with the circuit changes, an EMF will be induced in the same circuit or coil, then it is known as സെൽഫ് ഇൻഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്തായിരിക്കും? ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് കാരണം തൊട്ടടുത്ത് നൈബർഹുഡിലുള്ള ഒരു കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഓർമ്മയിൽ ഒരു ട്രാൻസ്ഫോമേഴ്സ് അല്ലേ? ട്രാൻസ്ഫോമേഴ്സിലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിലുമുള്ള മ്യൂച്വൽ ഇൻഡക്ഷനാണ് നമുക്ക് ഓർമ്മ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ട്രാൻസിയൻറ്റ് കറണ്ട്. എന്താണ് ഈ ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ട്രാൻസിയൻറ്റ് കറണ്ട് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഞാനൊരു സർക്യൂട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഓമിക് സർക്യൂട്ട് എടുക്കാമായിരിക്കാം. ഒരു ഓമിക് സർക്യൂട്ടിൽ ഞാനൊരു സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലുള്ള കറണ്ട് എങ്ങനെയായിരിക്കും? കറണ്ട് ഇൻസ്റ്റൻറ്റേനിയസ്ലി ആയിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതായത് പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യും? അതിൻ്റെ മാക്സിമം വാല്യൂവിലേക്ക് റീച്ച് ചെയ്യും എന്നർത്ഥം. അങ്ങനെ മാക്സിമം വാല്യൂ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എത്രയായിരിക്കും? I0 ഈക്വൽ ടു E/R, ഇ എം എഫ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ആയിരിക്കും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള സർക്യൂട്ടിൽ ഒരു ഇൻഡക്ടറോ ഒരു കപ്പാസിറ്ററോ അല്ലെങ്കിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും ഈ റെസിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. അത്തരം സർക്യൂട്ടുകളിൽ ഒരിക്കലും നമ്മുടെ സെല്ല് കണക്ട് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യില്ല? കറണ്ട് അതിൻ്റെ മാക്സിമത്തിലേക്ക് എന്ത് ചെയ്യില്ല? മാക്സിമത്തിലേക്ക് റീച്ച് ചെയ്യില്ല. അല്ലെങ്കിൽ ദ കറണ്ട് വിൽ നോട്ട് ഇൻക്രീസ് ഇൻസ്റ്റൻറ്റേനിയസ്ലി ടു ഇറ്റ്സ് മാക്സിമം വാല്യൂ. ഇനി അതല്ല, ഞാൻ എടുക്കുന്ന സർക്യൂട്ടിൽ ഓൾറെഡി ഞാൻ സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ സെല്ല് ഡിസ്കണക്ട് ചെയ്യാം. അപ്പോൾ സെല്ല് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ സർക്യൂട്ടിലുള്ള കറണ്ട് എന്ത് ചെയ്യണം? കുറയണം അല്ലേ? ഇത് ഓമിക് സർക്യൂട്ട് ആയിരുന്നെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? ഇൻസ്റ്റൻറ്റേനിയസ്ലി ആയിട്ട് തന്നെ എന്ത് ചെയ്യും? 0 ആക്കി മാറും. അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ്ലി ദ വാല്യൂ ഓഫ് കറണ്ട് ബിക്കം 0. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷൻ ഇൻഡക്ടറോ കപ്പാസിറ്ററോ അല്ലെങ്കിൽ ഇത് രണ്ടും ഉള്ള ഒരു സർക്യൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യില്ല? ഒരൊറ്റ അടിക്ക് എന്ത് ചെയ്യില്ല? ഇൻസ്റ്റൻറ്റേനിയസ്ലി ആയിട്ട് എന്ത് ചെയ്യില്ല? ഈ കറണ്ടിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറില്ല. അപ്പം അത്തരത്തിലുള്ള കറണ്ടുകളെയാണ് നമ്മൾ പ്രധാനമായിട്ട് എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസിയൻറ്റ് കറണ്ട്. അതായത് വളരെ സ്ലോ ആയിട്ട് ഗ്രോത്തോ ഡീക്കേയോ ഉള്ള കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശരിക്കും ട്രാൻസിയൻറ്റ് കറണ്ട്. അതൊരിക്കലും ഇൻസ്റ്റൻറ്റേനിയസ്ലി ആയിട്ട് ഇൻക്രീസ് ടു മാക്സിമം ആവില്ല. അതേപോലെ ഇൻസ്റ്റൻറ്റേനിയസ്ലി ആയിട്ട് എന്ത് ചെയ്യില്ല? ഒരിക്കലും 0 ആയിട്ട് ഫാൾ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ട്രാൻസിയൻറ്റ് കറണ്ട് ഡീൽസ് വിത്ത് ഗ്രോത്ത് ഓർ ഡീക്കേ ഓഫ് കറണ്ട്. ഇനി കപ്പാസിറ്ററിൻ്റെ കേസ് ആണെങ്കിൽ അവിടെ ചാർജിൻ്റെ ഗ്രോത്തും ഡീക്കേ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചാർജ് എന്നുള്ള കാര്യം കൂടെ കൊടുത്തത്. ഓക്കെ, ഇൻ സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ that does not increase or decrease to maximum or 0 instantaneously. അതാണ് ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ പ്രത്യേകത. ഒരിക്കലും അത് ഇൻസ്റ്റൻറ്റേനിയസ്ലി ആയിട്ട് എന്ത് ചെയ്യില്ല? മാക്സിമത്തിലേക്കോ മിനിമത്തിലേക്കോ പോവില്ല. പകരം അതൊരു വളരെ സ്ലോ ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും എന്നർത്ഥം. സഡൻ ആയിട്ടുള്ള ഒരിക്കലും സഡൻ ആയിട്ട് എന്ത് ചെയ്യില്ല? മാക്സിമത്തിലേക്ക് എത്തില്ല, അല്ലെങ്കിൽ സഡൻ ആയിട്ട് 0 വാല്യൂലേക്ക് എത്തില്ല എന്നർത്ഥം.
ഓക്കെ, അത്തരത്തിലുള്ള കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസിയൻ കറണ്ട്. അപ്പം അത്തരം സിറ്റുവേഷനുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മെയിനായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്ത് ഓഫ് കറണ്ട് ഇൻ എ സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റർ. അതായത് ഒരു LR സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ ഗ്രോത്തിനെ പറ്റിയിട്ട്, അതായത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താ, സീറോയിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് സീറോയിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലൊരു LR സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് എൻ്റെ LR സർക്യൂട്ട്. ഈ LR സർക്യൂട്ടിൽ നോക്കിയ ഒരു ഇൻഡക്ടർ ഉണ്ട്, അതിൻ്റെ ഇൻഡക്റ്റൻസ് L ആണ്. റെസിസ്റ്റർ ഉണ്ട്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R ആണ്. ഒരു സെൽ ഓഫ് EMF E ഉണ്ട്, ഒരു കീ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സെൻറ്റൻസിൽ എഴുതിയിട്ടുള്ളത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പാരഗ്രാഫിൽ എഴുതിയിട്ടുള്ളത്. സപ്പോസ് ഞാൻ ഈ കീ ക്ലോസ് ചെയ്തു വിചാരിക്കാം. ഈ കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതൊരു LR സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ട് എന്ത് ചെയ്യുള്ളൂ? സാവധാനം ഇൻക്രീസ് ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ ടൈമിനനുസരിച്ച് കറണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചേഞ്ച് കാരണം, ഈ കറണ്ടിലുള്ള ചേഞ്ച് കാരണം ഇവിടെ ഒരു ഇൻഡക്ടറും ഇല്ലേ, ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടൊരു ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ആൻഡ് ബാക്ക് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് അക്രോസ് ദിസ് ഇൻഡക്ടർ. അതിൻ്റെ വാല്യൂ എന്താണ്? ദ ഇൻഡ്യൂസ്ഡ് EMF E ഈക്വൽ ടു -L ഇൻറ്റു di/dt. ഈ di/dt കറണ്ടിലുള്ള ചേഞ്ച് കാരണമാണ് ഈ EMF ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ബൈ അപ്ലൈങ് കിർച്ചോഫ് വോൾട്ടേജ് ലോ. നമുക്കറിയാം കിർച്ചോഫിന് 2 ലോസുകളാണുള്ളത്, കറണ്ട് ലോ ആൻഡ് വോൾട്ടേജ് ലോ. കറണ്ട് ലോ പറയുന്നത് എന്താ? ദ ആൽജിബ്രിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈക്വൽ ടു 0 അല്ലേ? വോൾട്ടേജ് ലോ ആണെങ്കിലോ ഒരു ലൂപ്പ് റൂൾ എന്നും പറയും അല്ലേ? ലൂപ്പ് റൂൾ എന്താ പറയുന്നത്? ദ ആൽജിബ്രിക് സം ഓഫ് product of current and resistance equal to the algebraic sum of EMF. ഒരു സർക്യൂട്ടിലുള്ള EMFകളുടെ സം എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റുകളുടെ സം ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ ഒന്നിലധികം റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ ഒറ്റ റെസിസ്റ്റൻസ് ആണെങ്കിൽ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ കേസിൽ നമുക്കുള്ള സർക്യൂട്ട് ഏതാ? ഈ ഒരു സർക്യൂട്ടല്ലേ? ഈ സർക്യൂട്ടിലുള്ള EMFകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ EMF നമ്മുടെ സെല്ല് തന്നെയാണ് അല്ലേ? രണ്ടാമത്തെ EMFോ ഇതിന് അക്രോസ് ആയിട്ടുള്ള ബാക്ക് EMF, ശരിയല്ലേ? അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കാം. ആൽജിബ്രിക് സം ഓഫ് EMF E പ്ലസ് ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു, ഇവിടെ ഒരു റെസിസ്റ്ററല്ലേ ഉള്ളൂ, ഇതിലുള്ള കറണ്ട് I ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ I ഇൻറ്റു R. സോ ദിസ് ഈസ് ബൈ അപ്ലൈങ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, ദാറ്റ് ഈസ് E പ്ലസ് ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു I ഇൻറ്റു R. ഇനി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ എത്രയാ? -L ഇൻറ്റു di/dt അല്ലേ? അപ്പോൾ ഞാൻ ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഇത് മൈനസ് ഇൻഡ്യൂസ്ഡ് EMF ആവും അല്ലേ? മൈനസ് ഇൻഡ്യൂസ്ഡ് EMF ഇവിടെ ഒരു മൈനസ് ഇല്ലേ, അപ്പോൾ എന്താവും? പ്ലസ് ആവില്ലേ? നോക്കുക, ഇതിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് സൈൻ ആവും. പക്ഷേ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആയി മാറും. സോ E ഈക്വൽ ടു EMF ഓഫ് ദ സെൽ ഈക്വൽ ടു IR പ്ലസ് L ഇൻറ്റു di/dt. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ നേച്ചർ എങ്ങനെയാണ്, കറണ്ട് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്നുള്ള വേണ്ടത്. അപ്പം നമുക്ക് ഒരാളവിടെ എലിമിനേറ്റ് ചെയ്യണം. അതായത് ഈനെ മാറ്റിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ കറണ്ടിൻ്റെ രൂപത്തിലാക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നോക്കുക. സപ്പോസ് എൻ്റെ കറണ്ട് മാക്സിമം വാല്യൂ എത്തിയെന്നായിരിക്കും. എൻ്റെ സർക്യൂട്ടിലുള്ള കറണ്ട് മാക്സിമം വാല്യൂ എത്തിയെന്നായിരിക്കും. അതിനകത്ത് എന്താ? I ഈക്വൽ ടു I0 ആയി എന്ന് വിചാരിക്കുക. I ഈക്വൽ ടു I0 ആയി കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ ഇക്വേഷൻ എന്താണ് മാറ്റം വരിക? ഇതാ ഈ ഇക്വേഷൻ എന്താ മാറ്റം വരിക? I ഈക്വൽ ടു I0 ആയി കഴിഞ്ഞാൽ ഇതെന്ത് വരും? E ഈക്വൽ ടു I0R പ്ലസ് L ഇൻറ്റു di/dt. I0 മാക്സിമം വാല്യൂ. ഡെറിവേറ്റീവ് ഓഫ് മാക്സിമം ഓർ മിനിമം എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം മൊത്തമായിട്ട് എന്തായി പോവും? 0 ആയി പോലെ. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താ? E ഈക്വൽ ടു I0R. സോ വെൻ I ഈക്വൽ ടു മാക്സിമം, ദാറ്റ് ഈസ് I ഈക്വൽ ടു I0, E ഈക്വൽ ടു I0R. ക്ലിയർ? ഇനി അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. നമ്മൾ നേരത്തെ ഇക്വേഷൻ നമ്പർ 1 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് I0R, ഇക്ക് പകരം I0R ഈക്വൽ ടു IR പ്ലസ് L ഇൻറ്റു di/dt. ക്ലിയർ ആണല്ലോ
അല്ലേ? ഇനി നമുക്ക് വേണ്ടത് എന്താ? കറണ്ടിൻ്റെ അല്ലേ വേണ്ടത്. ഞാൻ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. അതായത് ഈ രണ്ട് ടേമുകളിലും 6 കോൺസ്റ്റൻറ്റാണ്, അല്ലെങ്കിൽ 6 കോമൺ ആയിട്ടുള്ള ടേമാണ്. അപ്പോൾ ഇയാളെ ഞാൻ തൽക്കാലം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? R ഇൻറ്റു I0 മൈനസ് ഇയാളപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് IR അല്ലേ? അപ്പം മൈനസ് I ഈക്വൽ ടു L ഇൻറ്റു di/dt. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇതിനെ നമുക്ക് വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ മാത്സിൽ വേരിയബിൾ സെപ്പറബിൾ ഫോം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോം എങ്ങനെയാണ് ആക്കാൻ നോക്കിയേ. ഇവിടെ കറണ്ടിൻ്റെ ഒരു ടേം ഉണ്ട്, ഇവിടെ DI ഉണ്ട്. അപ്പം ഈ ടേമിനെ മൊത്തം, ഈ ബ്രാക്കറ്റിലെ ടേമിനെ മൊത്തം ഞാൻ എന്ത് ചെയ്യും? RHSലേക്ക് കൊണ്ടുവരും. ഓക്കെ, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഇവിടെ DT ഉണ്ട്, L ഉണ്ട് അല്ലേ? ഈ ടേമിനെ മൊത്തം ഞാൻ LHSലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇതൊക്കെ R/L, ഈ എല്ലിനെ കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു DT ഈക്വൽ ടു DI ഡിവൈഡഡ് ബൈ ഈ ടേമിനെ മൊത്തം ഇങ്ങോട്ട് വന്നാൽ I0 മൈനസ് I. നോക്കിയേ, ഇതിപ്പോൾ നിങ്ങളുടെ വേരിയബിൾ സെപ്പറബിൾ ഫോം ആയില്ലേ? ശരിയല്ലേ? അപ്പം വേരിയബിൾ സെപ്പറബിൾ ഫോം ആയി കഴിഞ്ഞാൽ ഇതിന് ഇക്വേഷൻ നമ്പർ 3 കൊടുത്തു. വേരിയബിൾ സെപ്പറബിൾ ഫോം ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ പക്ഷേ ലിമിറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? ഇൻ്റഗ്രൽ R/L ഇൻറ്റു DT അല്ലേ? അതിൻ്റെ ഇൻ്റഗ്രൽ എന്താ? R/L കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് R/L ഇൻറ്റു T പ്ലസ് ഇവിടെ ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ലിമിറ്റ് ഇല്ലാന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്കിവിടെ ഒരു കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ദാറ്റ് ഈസ് C ഈക്വൽ ടു, ഇനി വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഓഫ് DI/I0 മൈനസ് I? ഇൻ്റഗ്രൽ ഓഫ് DI/I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് I ആണ്. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് DI/I എന്ന് പറഞ്ഞാൽ ലോഗ് I. പക്ഷേ നമ്മളിവിടെ ഡിനോമിനേറ്റർ നോക്കി I0 മൈനസ് I ഉണ്ട് അല്ലേ? പക്ഷേ I0 മാക്സിമം വാല്യൂ ആണ്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു I ആണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ലോഗ് I0 മൈനസ് I മാത്രം പോരാ. ഇവിടുത്തെ ഐൻ്റെ വാല്യൂ നോക്കിയേ -1 അല്ലേ? സോറി -I അല്ലേ? അപ്പം ഈ വാല്യൂവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള സൈൻ എന്താണോ അതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ പറയുന്നു ഇൻ്റഗ്രൽ ഓഫ് DI/I0 മൈനസ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് I0 മൈനസ് I ആയിരിക്കും. വീണ്ടും പറയുന്നു, ഇൻ്റഗ്രൽ ഓഫ് DI ഡിവൈഡഡ് ബൈ I0 മൈനസ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് I0 മൈനസ് I ആണ്. ആ മൈനസ് വരാൻ കാരണം ഈ ഐന് മുന്നിലുള്ള മൈനസ് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഞാനിവിടെ ഇക്വേഷൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്, ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കുക, ഇവിടെ ലോഗ് എന്ന് പറയുന്നത് ലോഗരിതം ടു ദ ബേസ് E ആണ്, എക്സ്പോണൻഷ്യൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് ആര് കാണണം? സീനെ കണ്ടുപിടിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷന്. അപ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പോവാണ്. സപ്പോസ് t ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇവൻ t ഈക്വൽ ടു 0. t ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് ക്ലോസ്ഡ് അല്ല, ഓപ്പണാണ്. അപ്പം സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യോ? ഇല്ല. അപ്പോൾ ഐൻ്റെ വാല്യൂ എന്തായിരിക്കും? 0. സോ വെൻ t ഈക്വൽ ടു 0 I ഈക്വൽ ടു 0. അപ്പം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ R/L ഇൻറ്റു T. T 0 ആയതുകൊണ്ട് ഈ ടേം മൊത്തം പോയി. പിന്നെ മൈനസ് ലോഗ് I0 എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ, അത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അവിടെ കട്ടെ കോൺസ്റ്റന്റ് ആണ്. മൈനസ് I0, I വാല്യൂ 0 അല്ലേ? സോറി മൈനസ് I ഐൻ്റെ വാല്യൂ 0 അല്ലേ? അപ്പം ഈ ടേം പോയി. സോ വി വിൽ ഗെറ്റ് C ഈക്വൽ ടു മൈനസ് ലോഗ് I0. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ 4. നമുക്ക് എന്താ കിട്ടുക? ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ചും കൂടെ ചെയ്തിട്ടുണ്ടേ. അപ്പം എന്താ നമുക്ക് കിട്ടുക? R/L ഇൻറ്റു T പ്ലസ് T മൈനസ് ലോഗ് I0 ഈക്വൽ ടു മൈനസ് ലോഗ് I0 മൈനസ് I എന്നാണ് കിട്ടുന്നത് അല്ലേ? ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന സീൻ്റെ വാല്യൂ ഇല്ലേ, മൈനസ് ലോഗ് I0 അതിനെ ഞാൻ RHSലേക്ക് കൊടുത്തു. അപ്പോൾ എന്താ വരിക? പ്ലസ് ലോഗ് I0 മൈനസ് ലോഗ് I0 മൈനസ് I ഈക്വൽ ടു, ഇവിടെ ബാക്കി ആരുണ്ട്? R/L ഇൻറ്റു T. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെറുതായിട്ടൊരു മാറ്റം കൂടെ വരുത്താൻ പോകുന്നു. ഞാൻ ഒരു മൈനസ് കൊണ്ട്, ഞാൻ നെഗറ്റീവ് കൊണ്ട് ഈ എല്ലാ ടേമിനും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഈ നെഗറ്റീവ് കൊണ്ട് എല്ലാ ടേമിനും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? മൈനസ് ലോഗ് I0 പ്ലസ് ലോഗ് I0 മൈനസ് I ഈക്വൽ ടു മൈനസ് R/L ഇൻറ്റു T. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് പ്ലസും ഇത് മൈനസും ആയിട്ട് മാറും, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അപ്പോൾ ഈ ടേമിനെ ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ ടേം ആക്കി. സോ ലോഗ് I0 മൈനസ് I മൈനസ് ലോഗ് I0 ഈക്വൽ ടു മൈനസ് R/L ഇൻറ്റു T. ഓക്കെ, നൗ ഇനി എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
നിങ്ങളും ആലോചിക്കണം. ഞാൻ ഈ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷനിൽ മിസ്റ്റേക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. കൂടെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടേ നിങ്ങൾ നോട്ട് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, നോക്കിയേ, ലോഗ് I0 മൈനസ് I മൈനസ് ലോഗ് I0, ഇതാ ഈ ഒരു ഇക്വേഷൻ. എന്താ ലോഗ് എ മൈനസ് ലോഗ് ബി? ലോഗ് A/B അല്ലേ? അപ്പോൾ നോക്കി, എനിക്ക് അതിനെ അതേപോലെ എഴുതിക്കൂടെ? സോ ദിസ് ഇസ് ഈക്വൽ ടു ലോഗ് I0 മൈനസ് I ഡിവൈഡഡ് ബൈ I0 ഈക്വൽ ടു മൈനസ് R/L ഇൻറ്റു ടി. ക്ലിയർ? ഇനി എനിക്ക് ഈ ലോഗരിതം ഒഴിവാക്കണം. ഞാൻ എന്ത് ചെയ്യും? എക്സ്പോണൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? അപ്പോൾ എക്സ്പോണൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം this equation become I0 minus I divided by I0 equal to minus R/L into T. Clear? Log of അല്ലെങ്കിൽ exponential of log എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് ദ റിസൾട്ട്. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഈ I0നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? I0 മൈനസ് I ഈക്വൽ ടു I0 e⁻ -R/L into T എന്നാവില്ലേ? കാരണം ഇതൊക്കെ ഞാൻ റീഅറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടത് എന്താണ്? I മാത്രം മതി. Iൻ്റെ ഇക്വേഷനാണ് എനിക്ക് വേണ്ടത്. ഇതിലിപ്പം Iയും I0 ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വാല്യൂ ആണ് LHSൽ വരുന്നത്. അപ്പോൾ എനിക്ക് LHSൽ I മാത്രം മതി. അപ്പോൾ അതിനുള്ള റീഅറേഞ്ച്മെൻറ്റ്സ് ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണത്. ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് തന്നെയാണ് അല്ലേ? ഓക്കെ, ഇനി I അല്ലേ വേണ്ടത്? ഈ Iനെ മൈനസ് Iനെ RHSലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്താവും? പ്ലസ് I ആവും. ശരിയല്ലേ? ഇനി ഇയാളെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ, ഇയാളപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴോ മൈനസ് I0 e⁻ R/L into T എന്നാവില്ലേ? അപ്പം ഒരു സൈഡിൽ നമുക്ക് ഒരു സൈഡിൽ നമുക്ക് എന്ത് കിട്ടും? I0 കോമൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ സൈഡിലാണ് ഞാൻ കിട്ടിയത് അല്ലേ? I0 ഇവിടെ വരുമ്പോൾ മൈനസ് I0 e⁻ R/L into T എന്ന് വരും. ഞാൻ അതിൽ I0 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി ആരുണ്ടാവുക? 1 മൈനസ് e⁻ R/L into T അല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഈ മൈനസിന് ഞാൻ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടില്ല, അപ്പോൾ പ്ലസ് ആയില്ലേ? സോ ദിസ് ഇക്വേഷൻ ഈസ് I ഈക്വൽ ടു I0 1 മൈനസ് e⁻ R/L into T. This is equation number 5 and this is the expression for instantaneous current in an LR circuit. ഒരു LR സർക്യൂട്ടിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിൻ്റെ ഇക്വേഷൻ, അതായത് കറണ്ടിൻ്റെ ഗ്രോത്തിൻ്റെ ഇക്വേഷനാണ് ഇത്. I ഈക്വൽ ടു I0 ഇൻറ്റു 1 മൈനസ് e⁻ R/L ഇൻറ്റു T എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡീകേ ഓഫ് കറണ്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഡീകേ ഓഫ് കറണ്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനല്ല വേറെ ഇക്വേഷനാണ് വരിക. അപ്പോൾ ഇത് ഗ്രോത്തിൻ്റെ ഇക്വേഷൻ ആണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു എല്ലാ സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഗ്രോത്തിൻ്റെ ഇക്വേഷനാണ് I ഈക്വൽ ടു I0 ഇൻറ്റു 1 മൈനസ് e⁻ R/L ഇൻറ്റു T. ഇക്വേഷൻ നമ്പർ 5. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ഒരു ടേം എനിക്കിനി പറയണം. ആ ടേം എന്ന് പറയുന്നത് L/R ആണ്. ദ ക്വാണ്ടിറ്റി L/R. ഈ ക്വാണ്ടിറ്റി L/R എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടൈം കോൺസ്റ്റൻറ്റ്. സോ ദ ക്വാണ്ടിറ്റി L/R ഈസ് നോൺ ആസ് ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദിസ് LR സർക്യൂട്ട്. അപ്പോൾ എന്താണ് ടൈം കോൺസ്റ്റൻറ്റ്? അതായിരിക്കും അടുത്ത നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം. ഞാനതിന് ഉത്തരം പറയാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കിടക്കട്ടെ. ഡിഫൈൻ ടൈം കോൺസ്റ്റൻറ്റ് L/R ഓർ ഓഫ് LR സർക്യൂട്ട്. ഒരു LR സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് L/R എന്താണ്? ഓക്കെ, അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് എത്തണമല്ലോ. ഓക്കെ, ഞാൻ ഈ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ 5 തന്നെയാണ്. ഓക്കെ, സോ വെൻ T ഈക്വൽ ടു L/R, T എന്ന് പറയുന്നത് L/R ആണെന്ന് വിചാരിക്കാം. T L/R ആണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? നമ്മുടെ ഇക്വേഷൻ 5 എങ്ങനെ മാറും? നോക്കിയേ, I ഈക്വൽ ടു I0 ഇൻറ്റു 1 മൈനസ് e⁻ വരില്ലേ? കാരണം Tക്ക് പകരം എന്ത് കൊടുക്കും? L/R കൊടുക്കും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ -1. സോ I ഈക്വൽ ടു I0 ഇൻറ്റു 1 മൈനസ് e⁻1. e⁻1 എന്ന് പറഞ്ഞാൽ 1/e അല്ലേ? ഇനി വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്പോണൻറ്റ്? എക്സ്പോണൻഷ്യലിൻ്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 2.739. അപ്പോൾ ആ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് I ഈക്വൽ ടു 0.632 I0. ഓക്കെ, അപ്പോൾ എന്താ അതിൻ്റെ മീനിങ് എന്താ? നമ്മുടെ ടൈം L/R ആവുന്ന സമയത്ത് നമ്മുടെ കറണ്ട് എത്രയായിട്ടാണ് മാറുന്നത്? 0യിൽ നിന്ന് 0.632 ടൈംസ് ദ മാക്സിമം വാല്യൂ. ഒരിക്കലും I0 ആയിട്ട് മാറുന്നില്ല, പകരം എത്രയായിട്ടാണ് മാറുന്നുള്ളൂ? മാക്സിമം വാല്യൂവിൻ്റെ 0.632 ടൈംസേ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? എൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു ടൈമാണ്
അല്ലേ? എന്തിൻ്റെ ടൈമാണ്? എന്തിനെടുക്കുന്ന ടൈമാണ്? കറണ്ട് സീറോയിൽ നിന്ന് ഈ ഒരു വാല്യൂ ആവാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് അല്ലേ? അപ്പം നോക്കിയേ, ഒരു ഡെഫിനിഷനായിട്ട് ഞാൻ പറയാം. സോ ടൈം കോൺസ്റ്റന്റ് എൽ ബൈ ആർ ഓഫ് എൽ ആർ സർക്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ടേക്കൺ ബൈ ദ കറണ്ട് ടു ഗ്രോ ഫ്രം 0 to 0.632 ടൈംസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അതായത് നമ്മുടെ സർക്യൂട്ടിലുള്ള മാക്സിമം വാല്യൂ ഓഫ് കറണ്ടിൻ്റെ എത്രയാവാൻ വേണ്ടി, സീറോയിൽ നിന്ന് മാക്സിമം വാല്യൂ ഓഫ് കറണ്ടിൻ്റെ 0.632 ടൈംസ് ആവാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണെന്ത്? ടൈം കോൺസ്റ്റന്റ്. ആ ടൈം കോൺസ്റ്റന്റിന്റെ ക്വാണ്ടിറ്റിയാണ് ആര്? എൽ ബൈ ആർ. അപ്പം എൽ ബൈ ആർ എന്ന് പറയുന്ന ഒരു ടൈമിന്റെ ഒരു മെഷർമെന്റ് ആണ്. ആ ടൈം പറഞ്ഞു തരുന്നത് എന്താണ്? സീറോയിൽ നിന്ന് 0.632 ടൈംസ് മാക്സിമം വാല്യൂ ആവാൻ എടുക്കുന്ന സമയം എത്രയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ടൈം കോൺസ്റ്റന്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ കറണ്ട് ടു റീച്ച് ഫ്രം അല്ലെങ്കിൽ ഗ്രോ ഫ്രം 0 to 0.632 ടൈംസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ കറണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും. എൽ ബൈ ആർ ടൈമിൻ്റെ ഒരു വാല്യൂ ആണ്. ശരി, എൽ ബൈ ആർ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ഈ കറണ്ട് മാക്സിമം ആവാൻ എടുക്കുന്ന സമയം കൂടുകയാണോ ചെയ്യുന്നത്, കുറയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും കൂടുമായിരിക്കും അല്ലേ? ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും, ടൈമാണ്. അപ്പോൾ എൽ ബൈ ആറിൻ്റെ വാല്യൂ കൂടുമ്പം കൂടുതൽ സമയം എടുക്കുകയാണ്. എന്തിന്? മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആവാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? അപ്പം നോക്കി, ആസ് ദ വാല്യൂ ഓഫ് എൽ ബൈ ആർ ഇൻക്രീസസ് ദ ടൈം ടേക്കൺ ബൈ ദ കറണ്ട് ഐ ടു റീച്ച് ദ മാക്സിമം വാല്യൂ ആൾസോ ഇൻക്രീസസ്. അപ്പം നമ്മൾ എടുക്കുന്ന സർക്യൂട്ടിൽ നമ്മൾ എടുക്കുന്ന ഇൻഡക്ടറിൻ്റെയും റെസിസ്റ്ററിൻ്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ കറണ്ട് പെട്ടെന്നാണോ ഗ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ലോലി ആണോ ഗ്രോ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എടുക്കുന്ന സർക്യൂട്ടിലെ എൽ ബൈ ആർ വാല്യൂ കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മച്ച് മോർ ടൈം ടു റീച്ച് ദ മാക്സിമം വാല്യൂ. എൽ ബൈ ആറിൻ്റെ വാല്യൂ കുറവാണെങ്കിലോ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും? അതിൻ്റെ മാക്സിമം വാല്യൂ എത്താൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ച് ഞാനൊരു ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രാഫ് എന്ന് പറയുന്നത് കറണ്ട് വേഴ്സസ് ടൈം ഗ്രാഫാണ്. ടൈം മില്ലി സെക്കൻഡിലാണ്. കാരണം മില്ലി സെക്കൻഡ് എടുക്കാൻ കാരണം ഈ ഇൻഡക്ടറിൻ്റെ വാല്യൂ പൊതുവേ വെരി ലോ വാല്യൂ ആണ് ഉണ്ടാവാറ്. അതുകൊണ്ടാണ് അത് മില്ലി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കുക, ഇൻഡക്ടറിൻ്റെ വാല്യൂ പലപ്പോഴും വളരെ ലോ വാല്യൂ ആണ്. മില്ലി വാല്യൂസുകളാണ്, മില്ലി ഹെൻറി വാല്യൂസുകളാണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിട്ടുള്ളത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ടാന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു എൽ ബൈ ആറിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? മാക്സിമം വാല്യൂയിലേക്ക് എത്താൻ നോക്കും അല്ലേ? നോക്കാം. ദിസ് കർവ് റെപ്രസെൻറ്റ്സ് ഫോർ എ ലോ എൽ ബൈ ആർ വാല്യൂ. ഈ വരച്ചിട്ടുള്ള കർവ്, ഇപ്പം വരച്ചിട്ടുള്ള കർവ് എന്ന് പറയുന്നത് എൽ ബൈ ആർ വാല്യൂ വളരെ ലോ ആവുന്ന സമയത്തുള്ള കറണ്ടിൻ്റെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പം നോക്കിയേ, നമുക്ക് കർവ് ഇങ്ങനെ കിട്ടി അല്ലേ? ഇനി ഞാൻ കുറച്ചും കൂടെ എൽ ബൈ ആറിൻ്റെ വാല്യൂ ഞാൻ കൂട്ടുകയാണ്. അപ്പോൾ എൽ ബൈ ആറിൻ്റെ വാല്യൂ കുറച്ചും കൂടെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കർവ് എന്ത് ചെയ്തു? ഒന്നും കൂടെ കുറച്ചും കൂടെ താഴത്തേക്ക് വന്നു, കുറച്ചും കൂടെ ഒന്ന് ഫ്ലാറ്റായി. സോ ദിസ് ഈസ് ഫോർ മീഡിയം എൽ ബൈ ആർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർ ലാർജ് എൽ ബൈ ആർ എന്തായിരിക്കും? ഈ മീഡിയം എൽ ബൈ ആർ കർവിനെക്കാളും കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സമയം എടുത്തിട്ട് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ മാക്സിമം വാല്യൂയിലേക്ക് എത്തുള്ളൂ. സോ ദിസ് ഈസ് ഫോർ ലാർജ് എൽ ബൈ ആർ. ഓക്കെ, സോ ദിസ് ഈസ് ദ വേരിയേഷൻ ഓഫ് growth of current in an LR circuit with respect to the time constant or value of L by R. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞു? ഇൻസ്റ്റൻറ്റേനിയസ്ലി ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലാർജ് വാല്യൂയിലേക്ക് എത്താത്ത കറണ്ടുകളെയാണ് നമ്മൾ വിളിക്കുന്നത് ട്രാൻസിയൻറ്റ് കറണ്ട് എന്ന് പറഞ്ഞു. ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് കറണ്ട് ഇൻ എല്ലാ സർക്യൂട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സർക്യൂട്ടിലെ കറണ്ട് അറ്റ് ആൻ ഇൻസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് എത്രയാണ്? I ഈക്വൽ ടു I0 ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി ആണ്. അപ്പം ടി ഏത് സമയം കൊടുത്തു കഴിഞ്ഞാലും ആ സമയത്തുള്ള ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു എൽ ബൈ ആർ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി പറഞ്ഞു. എൽ ബൈ ആർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേര് ടൈം കോൺസ്റ്റന്റ് എന്നാണ്. എന്താണ് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ എ സർക്യൂട്ട് ടു റീച്ച് ഇറ്റ്സ് മാക്സിമം വാല്യൂ അല്ലേ? അല്ലെങ്കിൽ ടൈം ടേക്കൺ ബൈ എ കറണ്ട് ടു റീച്ച് ദ മാക്സിമം വാല്യൂ ആണ് ദ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എൽ ബൈ ആർ. അപ്പം അവിടെ നിന്ന് തന്നെ എൽ ബൈ ആറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈമിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. പിന്നെ എൽ ബൈ ആറിൻ്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് മച്ച് മോർ ടൈം ടു റീച്ച് ദ മാക്സിമം വാല്യൂ.
അപ്പം ഈ ഒരു ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗ്രോത്ത് ഓഫ് കറണ്ട് ആണ് ഇൻ എൻ എൽ ആർ സർക്യൂട്ട്. ഇനി നമ്മൾ അടുത്ത ദിവസം ഡീകേ ഓഫ് കറണ്ട് ഇൻ എൻ എൽ ആർ സർക്യൂട്ട് നമ്മൾ നോക്കും. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേം എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ ടൈം കോൺസ്റ്റൻ്റെ പ്രത്യേകത, ടൈം കോൺസ്റ്റൻ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, കുറയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വയ്ക്കണം. ഓക്കെ,